ശരിക്കും ചെളിക്കൊണ്ടിലേക്ക് ഇരുന്ന് പോയിട്ട് ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് വലിച്ച് കാരണം നല്ല പണിയുണ്ട്. എളുപ്പല്ലാട്ടാ. വഴി തെളിച്ച് പോണ് നമ്മള്, വഴി തെളിച്ച്. വണ്ടി ഫുള്ളായിട്ടിരുന്നു. നമ്മളിത് വീണ്ടും വഴിയൊക്കെ വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ. കാടും പടലൊക്കെ വെട്ടിത്തെളിച്ച്. സത്യം പറയല്ലോ, എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഓഫ് റോഡിങ് കിട്ടിയില്ല കേട്ടോ. അടിപൊളി. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും കോസ്റ്റ്ലി പെജറോ. ഇതിൻ്റെ ഫുൾ റിവ്യൂ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാണ് ഇന്ത്യയിലെ ARB എയർ ലോക്കറുള്ള ഏക പെജറോ. അപ്പം എല്ലാ കിടികൾക്കും ARK എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇത് പാർട്ട് 2 ആണ്. നമ്മുടെ ഏതും തോട്ടത്തിൽ നമ്മുടെ പെജറയും താറൊക്കെ ഇട്ട് കുത്തി കളച്ച് മറക്കണ വീഡിയോ വരെ പാർട്ട് 2 ആണ്. അതായത് നമ്മുടെ അടുത്ത താറ് കയറി വരുന്നുണ്ട് കേട്ടോ. ഓ നല്ല കാട് മൂട്. ഇവിടെ ചെറിയൊരു ടാസ്ക് ഒക്കെ ഉണ്ട്. ഇല്ലാത്ത വണ്ടികളെ കുറച്ച് ബുദ്ധിമുട്ടാണ് കയറാൻ. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഫസ്റ്റ് ഭാഗം, നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഭാഗം കാണാത്ത ആൾക്കാർ ഒന്ന് ഫസ്റ്റ് ഭാഗം കണ്ടല്ലോ. ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത് വരുമ്പോൾ ഈ കയറുന്ന ഒരു പൊന്തലും താഴെയൊന്നും കിട്ടുന്നില്ല. അതൊക്കെ നീങ്ങണ്ട. ഉച്ചയ്ക്ക് ഒരു 12 മണിയായിട്ടുള്ളൂ. കാടിനുള്ളിലേതുകൊണ്ട് തീരെ വെളിച്ചില്ല, ഇരുട്ടായ പോലെ. ആ ഒരു വെളിച്ചക്കുറവും ആ ഒരു പച്ചപ്പും അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടിയിൽ ലൈറ്റിട്ട് വരുന്നതാണ് തന്നെ നല്ല ഭംഗിയുണ്ടാകും. കുറച്ചിറങ്ങിട്ട് സെറ്റ്. അടുത്തത് നമ്മുടെ വെടിയുണ്ടോ ഡോക്ടറായിട്ട് വരുന്നത്. ബാക്കിലുണ്ട്. അല്ല പൊള്ളി പൊള്ളി പൊള്ളി. ഇനി ഇവിടെ നിന്ന് വഴിയൊന്നുമില്ലട്ടോ. വഴിയൊക്കെ കഴിഞ്ഞു. ഇനി വഴിയൊക്കെ നമ്മൾ ഉണ്ടാക്കണം, വെട്ടിത്തെളിക്കണം. അതിന് നമുക്ക് നമ്മൾ 2 ബംഗാളികൾ വെച്ചിട്ടുണ്ട്. 2 പേര് നല്ല അടിപൊളിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. അട്ടയാണ് ഈ കഥയിലെ വില്ലൻ. അട്ട ഒരു രക്ഷയില്ല, നല്ലപോലെ അട്ടയില്ല. ഏകദേശം നമ്മളൊരു വഴിയൊക്കെ വെട്ടിത്തെളിച്ചത് നമ്മുടെ കില്ലർ ബുള്ളും നമ്മുടെ ഈ റിസോർട്ടിൻ്റെ പാർട്ട്ണറും കൂടി പോകുന്നുണ്ട്. ആൾക്ക് മാത്രമേ അറിയുള്ളത് എങ്ങോട്ടെത്തരുന്ന്. എന്തായാലും നമുക്ക് നോക്കാം. വെളിച്ചത്തേക്ക് കയറിയപ്പോൾ ഒരു സുഖം. ഇതൊരു വ്യത്യസ്തതരം ഓഫ് റോഡ് അനുഭവമായിരുന്നു കേട്ടോ. കാരണം ഇത് കാട് കഴിഞ്ഞു, ഇതിപ്പോൾ പുൽത്തകിട്, ഇനിയിപ്പോൾ അടുത്ത സ്ലഷ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ എന്തൊക്കെ കിടക്കണാണോ. എന്തായാലും സംഭവം വ്യൂവും കാര്യങ്ങളും എല്ലാം ഓഫ് റോഡ് എല്ലാം അടിപൊളിയായിരുന്നു. റഷ് ഉണ്ടാവില്ല. മോനെ വണ്ടി പറഞ്ഞോക്കി ലുക്ക്. മലയുടെ ഇവിടെ പുല്ലൊക്കെ മാറ്റി തട്ടിത്തെറിപ്പിച്ചാണ് വരണോക്കി. ഒരു രക്ഷയില്ലേട്ടാ.
ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വരുമ്പോഴേ വണ്ടി ഡാമേജ് ആവോ, വണ്ടി കേടാവോ, വണ്ടി സ്ക്രാച്ച് ആവോ എന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. വരണോടത്ത് വെച്ച് ആരും മൈൻഡ് മാത്രമേ പാടുള്ളൂ. നമ്മുടെ കില്ലർ ബുള്ള് അവിടെ പണി തുടങ്ങുന്നുണ്ട്. നല്ല കിണകളൊക്കെ അവിടെ. നമ്മളിത് വീണ്ടും വഴിയൊക്കെ വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. കാടും പടലൊക്കെ വെട്ടിത്തെളിച്ച്. ഇത് സത്യം പറയില്ല, ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് അടിച്ചിട്ടില്ല കേട്ടോ. ഇതൊരു വൺ എക്സ്പീരിയൻസ് ആണ്. നല്ല ഒട്ടുക്കത്ത മഴയും നനഞ്ഞ് പിണ്ടി പോണ്ടില്ലാണ്ട് വെള്ളം കയറില്ല വിചാരിക്കാൻ നമുക്ക്. വഴിയില്ലാത്ത കാട്ടി കൂടെ ഇതുപോലെ വഴിയൊക്കെ വെട്ടിത്തെളിച്ചിട്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, നമുക്ക് വേറെ ലെവലിൽ തന്നെ കേട്ടോ. ഇങ്ങനത്തെ പരിപാടിക്കൊന്നും വരുമ്പോൾ ഒരാളും ഫുഡും നേരത്തിന് ഫുഡും വെള്ളമൊന്നും പ്രതീക്ഷിക്കരുത്. തിരിച്ചെത്തി അത്ര പറയാൻ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും കുടുങ്ങാം. നമുക്ക് അറിയില്ല എവിടെ ചെളി എവിടെ കുണ്ട് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഇതാരും ഒറ്റയ്ക്ക് അനുകരിക്കരുത്. കാരണം നമ്മുടെ കൂടെ നല്ലൊരു പക്ക റിക്കവറി ടീം, പകുതിക്കാരും നമ്മുടെ കില്ലർ ബുള്ളിൻ്റെ ഒക്കെ റിക്കവറി ടീം നമ്മുടെ കൂടെ ഉണ്ട്. വിഞ്ചുണ്ട്, എല്ലാ പരിപാടികളുണ്ട്. അതൊക്കെ ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത്. പിന്നെ നമ്മളെ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാത്ത ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു വണ്ടിക്കെങ്കിലും മിനിമം വിഞ്ചുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു ടോസ് ട്രാപ്പെങ്കിലും എടുത്ത് കയ്യിൽ വെച്ചോളാം. പിന്നെ വെള്ളം എന്തായാലും കയ്യിൽ കരുതിയോളൂ കേട്ടോ. നമുക്കൊക്കെ എവിടെ വേണമെങ്കിലും കുടുങ്ങാൻ പെടാം. അപ്പോൾ വെള്ളം എപ്പോഴും കയ്യിൽ വെച്ചോളൂ. മതി 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 മതി. അങ്ങനെയല്ല സ്ലൈഡ് ചെയ്ത് കുടുങ്ങി അവിടെ നല്ല ചെടി. ലോക്ക്ഡൗണാ കൂട്ടുന്നിടയിലോ ഇഞ്ചി പിടിക്കേണ്ട ഒരു നോണ്ട് ലോക്കറുള്ള വണ്ടി വരെ കുടുങ്ങി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ പ്രോപ്പറായിട്ടുള്ള റിക്കവറി ടീമും സെറ്റപ്പും ഇല്ലാണ്ട് ഒരിക്കലും വരരുത്, പെട്ടുപോകും നമ്മൾ. ഇതിൽ നിന്ന് ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കിയത്, ഇങ്ങനെ ഈ ചെളി സംഭവത്തിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ നാട്ടിലെ ഏത് വണ്ടിയാണെങ്കിലും ചെളിയിൽ പെട്ടു.
ബാക്കി പെയ്തിട്ട് അറിയാനായാലും അടിച്ചു കയറി കുഴപ്പമില്ല. കയറ്റിക്കോ കയറ്റിക്കോ. വിഞ്ച് ആ ലെവൽ വരെ താന്നുണ്ട് വണ്ടി. അപ്പൊ അതിന് ടോസ് സ്റ്റാപ്പ് വലിച്ച് കിട്ടണോട്ടെ പറ്റി വിഞ്ച് എടുക്കാൻ പുറത്തേക്ക്. പൊട്ടി പൊട്ടി അത് നമുക്ക് ടോസ് ട്രാപ്പ് പൊട്ടി. ഇനി വേറെ ഓപ്ഷനൊന്നും ഇല്ല. ഇഞ്ചി എങ്ങനെയും പുറത്തേക്ക് എടുക്കുക. നെഞ്ചെടുക്കാനുള്ള പണിയെ കാണുന്നു. ശരി ഇരുന്നോടെ. ക്ലച്ചേരിണ്ടാ ക്ലച്ചേത്തുണ്ട് ക്ലച്ചേത്തുണ്ട്. ആഹാ മറ്റേ ഭംഗിയായിട്ടല്ലോ. വണ്ടിയുടെ കോലം നോക്കിയേ. ടയറൊന്നും ചന്തരിക്കല്. ഷോ ബെസ്റ്റ് മാൻ ഓഫ് ദ പ്ലെയറിനുള്ള അവാർഡ് നിൽക്കാണ്. അമ്മോ നല്ല കുഴിയാ. നോട്ടെ കൈട്ടെ. ഇത് അരക്കപ്പം വെള്ളണ്ടല്ലോ. വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം പകുതിയോളം ഇരുന്നു കേട്ടോ. എന്റെ പൊന്നോ. സമയം ഏകദേശം 3 മണിയായി. ഇനിയിപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് മതി എന്ന് പറഞ്ഞു ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇവിടുന്ന് നൈസായിട്ട് ഫുഡ് കഴിക്കാൻ പോണ്. ജോൺ ബ്രോ പോണൊക്കെ നേരത്തെ അവിടെ ഫുള്ള് കാടായിരുന്നു. ആളത് വഴിയെ കിട്ടുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് പെജറോ കോസ്റ്റ്ലി പെജറോ പറയ്. ഇതിന്റെ ഈ ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. അപ്പം ഇത് സ്റ്റഡി 1.25 കിലോമീറ്റർ സ്പോട്ട് ത്രോ ഉള്ള ഓസ്ട്രേലിയൻ 1.25 കിലോമീറ്റർ സ്പോട്ട് ത്രോ ഉണ്ട്. സ്പോട്ട് ത്രോ ഉണ്ട്. ഇവിടെ കത്തിയ 1.25 കിലോമീറ്റർ അപ്പുറത്തെ സ്പോട്ട് അപ്പുറത്തെ മലയിൽ ഈ സാധനം കണ്ടു. എന്റെ പൊന്നു. ഇതിനെന്ത് വിലയുണ്ട്? ഓസ്ട്രേലിയന ഓൾമോസ്റ്റ് ഒരു $850 ഉണ്ട്. ഇന്ത്യൻ മണി $10,000 രൂപ ഒരെണ്ണത്തിന്. അല്ല രണ്ടെണ്ണത്തിനും കൂടെ രണ്ടെണ്ണത്തിന്. അതെ അതെ. ഇത് S80 ആണെന്ന് തോന്നുന്നു ലൈറ്റ് ബാർ. ഇതിന് ഓൾമോസ്റ്റ് 58,000 രൂപ. അതിന് വിലയാ? അതിന്റെ പ്രത്യേക ബാഹയുടെ ലൈറ്റാ. ബാഹയുടെ ഓഫ് റോഡിങ് ലൈറ്റാ. പിന്നെ അതുപോലെ അടിയില് സ്പോട്ട് ബാഹയുടെ ലൈറ്റാ, മഞ്ഞ ലൈറ്റാ. ഓൾമോസ്റ്റ് 35,000 രൂപ. 35,000 രണ്ടെണ്ണത്തില്. ഇത് XL80 ബാഹയുടെ ലൈറ്റ് തന്നെ. രണ്ടെണ്ണത്തിന് കമ്പൈൻഡ് 78,000 ലൂമിൻ ലൈറ്റ് ഉണ്ട്. ഇതിന്റെ വില വരുന്നത് ഓൾമോസ്റ്റ് 74,000 എന്തോ ഞാൻ വാങ്ങിച്ചപ്പോ. രണ്ടെണ്ണത്തിന് 74,000 വന്നിട്ടുണ്ട്. ലൈറ്റുകൾ മാത്രം നോക്കിയാൽ ഓൾമോസ്റ്റ് ഒരു വണ്ടിയുടെ വില 3-4 ലക്ഷം രൂപ. 4 ലക്ഷം വില മാത്രം. വണ്ടിയുടെ പകുതി വില. പിന്നെ വേറെ സാധനമുണ്ട്. പിന്നെ ഇവിടെ ബാഹയുടെ റോക്ക് ലൈറ്റ് ആണ്. അവിടുന്ന് താഴോട്ട് വെട്ടമടിക്കും. അപ്പൊ അതിന് ഓൾമോസ്റ്റ് ഒരു റോക്ക് ലൈറ്റിന് സാധനം കണ്ടത് ബാഹയുടെ റോക്ക് ലൈറ്റ് ആണ്. ഇതില്ല അതെ ആ സാധനം ഈ കാണുന്നത്. ഈ സാധനം റോക്ക് ലൈറ്റ് വേണേ കത്തി കാണിക്കാം. കത്തി 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 കത്തി. ഇത് ബാഗയുടെ തന്നെയല്ലേ? ലൈറ്റിന്
ഒരെണ്ണത്തിന് 2500 രൂപ, അങ്ങനെ 4 എണ്ണം. അപ്പോൾ 10000 രൂപ റോക്ക് ലൈറ്റിന്. പിന്നെ സസ്പെൻഷൻ ഓൾഡ് മാനിമോ, പിന്നെ ബമ്പർ ARB, പിന്നെ റോക്ക് സ്ലൈഡേഴ്സ്, അതൊക്കെ ഉള്ളൂ. പിന്നെ TMGയുടെ സ്നോർക്കൽ ഫൈബർ ഡിപ്പ് ചെയ്തേക്കുന്നതാ. അതെ, അപ്പം അതാണ് ഒരു വെടിയുണ്ട സാധനമായി. മേളില് ബോക്സും ഓണിക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിപ്പം നമ്മൾ ഇങ്ങനെ വന്നിരിക്കുന്നോണ്ട് ഒന്ന് ഊരി വെച്ചു. അതെ, ഓണിക്സ് ഇങ്ങ് തരും. അതെ, അടിപൊളി. പിന്നെ അതുണ്ട്, ഹാം ആന്റിന ഉണ്ട്. അപ്പം ഹാം ആന്റിന GMC എന്ന് പറയുന്ന കമ്പനിയുടെയാ. GMCയുടെ അല്ലേ? അതിന് ഓൾമോസ്റ്റ് 4 കിലോമീറ്റർ റേഡിയസ് ഉള്ള ആന്റിനയാ. എനിക്ക് തോന്നുന്നു ഒരു 24,000 ആ റേഞ്ച് വരുന്നത്. അത് കണക്റ്റഡ് അല്ല, കാരണം അതിന് ലൈസൻസ് ഒക്കെ വേണം. അതെ, നമ്മൾ വെറുതെ നമ്മളിപ്പം ഷോയ്ക്കാ വെച്ചേക്കാം. അതെ, എക്സാം എഴുതിയാൽ നമുക്ക് പോയിക്കാം. അപ്പൊ താങ്ക് യു. അതെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോസ്റ്റ്ലി പെജറോ ഉണ്ട്. സിസ്റ്റം ഇതുപോലെ തന്നെ 1.5 ലക്ഷം രൂപ വരുന്ന ഓരോ ആംബിന്. മറ്റേ കാപ്പ ഇൻഫിനിറ്റിന്റെ ഏറ്റവും കൂടിയ ആംബാ. ഒരു ആംബിന് 70,000-80,000 രൂപ ഒക്കെ വെച്ചാ. അതെ, ഒന്ന് പൊട്ടിക്കാം നമുക്ക് ഒരു തവണ. അതെ, ഒന്ന് പൊട്ടിക്കണ്ടേ? അപ്പം പിന്നെ അകത്ത് കാർബൺ ഫൈബർ ഡിപ്പ് ഒക്കെയാ. ഗിയർനോബും ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽസ് എല്ലാം കാർബൺ ഫൈബർ ഡിപ്പാ. കാർബൺ ഫൈബർ അല്ല, വുഡൻ ഫിനിഷിലെ ഡിപ്പാ. പിന്നെ ഒരു ടർബോ ആക്ടിവേറ്റർ മോഡ് ചെയ്തിട്ടുണ്ട്, പമ്പ് തിരിച്ചിട്ടുണ്ട്. ടർബോ ആക്ടിവേറ്റർ മോഡ് എന്ന് പറയുമ്പോൾ അതേ ആക്ടിവേറ്ററിൽ നമ്മളൊരു ബോൾട്ട് കയറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പം അത് പവറും ടോർക്കിന് വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. അതല്ലേ, വ്യത്യാസം നല്ല ഡിഫറൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഫ്യൂൽ പമ്പും ശകലം ഡയഫ്രം തിരിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ മൊത്തത്തിലൊരു മിസൈലാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും കോസ്റ്റ്ലി പെജറോ. അതെ, അടിപൊളി. ഫുഡ് അടി കഴിഞ്ഞു. നമ്മളിത് വീണ്ടും നമ്മൾ എവിടെ നിർത്തി അങ്ങോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണ്ടാ. ഈ വണ്ടിയും പെട്ടോ, ഇതൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്ക് വണ്ടിക്കൊന്നും ചിന്തിക്കുക വേണ്ട. വിഞ്ച് നമുക്ക് മസ്റ്റാണ് കേട്ടോ. ഞാൻ എന്തായാലും എൻ്റെ വണ്ടിക്ക് വിഞ്ചിൽ ഇഷ്ടമാണ്. അതെന്തായാലും കയറ്റണം. എത്രയും പെട്ടെന്ന് വണ്ടിക്ക് വിഞ്ച് കയറ്റണം. കാരണം ഇതേപോലത്തെ ആവശ്യങ്ങളൊക്കെ എപ്പോഴും വരാമെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തായാലും ആ ട്രാക്കിലേക്ക് ഇനി വേറെ ബാക്കിയുള്ള വണ്ടിയിൽ ഇറക്കണില്ലേ, കാരണം കയറിയെന്ന് ഉറപ്പാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകാം നമുക്ക്. നമ്മുടെ ബാക്കിൽ അഫീസ് ഡോക്ടറിന് കുടുങ്ങി എടുക്കുന്നുണ്ട്. ആളും കൂടി ഒന്ന് വലിച്ച് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് നേരെ അപ്പുറത്തെ ട്രാക്കിലേക്ക് പോകാം. നിലവിൽ പൊട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ഡോക്ടറിനാണ് വിഞ്ചരിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് റേറ്റ് വളരെ കുറവാണ്. ഒരു 10-35 രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 12,000 LBSൻ്റെ നമുക്കൊക്കെ ആവശ്യമുള്ളൊരു സാധനം കിട്ടും. കോമ്പറ്റീഷൻ നടക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള അത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. മൊത്തം ചെളിപ്പിളി അട്ട. എന്തെങ്കിലും ഗംബൂട്ടും ലീഗ് സോക്സ് എന്തെങ്കിലും വാങ്ങണം. ചെളിക്കുണ്ടാട്ടോ പെട്ട് അടിപൊളിയാവും. നമ്മുടെ കണ്ണന്ന് പണിയെടുത്ത് വയ്യാണ്ടാവുന്നുണ്ട്. തിരിഞ്ഞ് പോണം. ചാട്ടപ്പിടിയുടെ ഫ്രീസ്
രക്ഷയില്ലടാ, ഒരു ജാതി ചെളി പോയി. ആ അടിക്ക് അടിച്ച് കയറി പോരാൻ പറ്റിയാൽ കയറും, അല്ലെങ്കിൽ പെട്ടു. പിന്നെ നിർത്തിയിട്ട് എടുക്കല് നടക്കില്ല. അതേപോലത്തെ വൃത്തികെട്ട മണ്ണാണ്. കെട്ടിട്ട് അക്രമാരിയാ, കെട്ടിട്ടോ. അങ്ങനെ ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോഴല്ലോ ഫ്രണ്ട് അങ്ങോട്ട് വലിച്ചു കൊള്ളു, കിട്ടില്ല. കുഴിച്ചടിച്ചില്ല, ഒരു കുഴപ്പമില്ലല്ലോ. ആ ഓക്കെ, ഞാൻ ഇഞ്ച് ഔട്ട് ചെയ്തിട്ടില്ല, കുഴപ്പമില്ല. അല്ല ഇഞ്ച് ചെയ്തിട്ടില്ല. വഴി കണ്ടില്ലേ? വഴി കണ്ടില്ല, കണ്ടപ്പോ ചെളിക്കൊണ്ടിരിക്കും ഇരുന്ന് പോയിട്ട്. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് വലിച്ച് കാരണം നല്ല പണിയുണ്ട്, എളുപ്പല്ലാട്ടാ. രണ്ട് മിനിറ്റ് പിടിക്കേണ്ടി വരും, അല്ലാണ്ട് കയറില്ലേ. അതേ താറും കൂടി എടുത്തിട്ട് താറും നമ്മുടെ ജാബറിന്റെ വണ്ടിയും കൂടി ഇട്ട് പിടിക്കാം. ഇത് വണ്ടി സൈഡ് തിരിഞ്ഞ് പോയത് ചിലപ്പോൾ മരത്തും ഇരിക്കുന്ന സാധ്യതയുണ്ട്. വള്ളി മരത്ത് വേറെ ബാക്കിൽ നിന്നിട്ട് പിടിക്കേണ്ടി വരുന്നുണ്ട്. നൈസ് പണിയായില്ലോ. ബാക്കിൽ നിന്ന് ഇട്ട് പിടിക്കണം, ബ്രഷില്ലാട്ടാ. ബാക്കിൽ നിന്ന് കൊണ്ട് വിഞ്ചിട്ടാ, അല്ലെങ്കിൽ രക്ഷയില്ലേ പണിയാ. നമ്മുടെ പെജർ കൊണ്ട് ഓഫ് റോഡ് ഇറങ്ങണവർക്ക് മാക്സിമം ഫുഡ് സ്റ്റെപ്പ് ഊരി വെച്ച് ഇതേപോലത്തെ റോക്ക് സ്ലൈഡ് ഉണ്ടാക്കി വെച്ചോട്ടാ. വളരെ ഉപകാരം അതൊക്കെ. ഇത് പൊളിച്ചോട്ടെ. ട്രിപ്പ് വേറെ ലെവൽ ഓഫ് റോഡ് സാധനം. ഓ വൈബ്. നമ്മുടെ വണ്ടി ഇറക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷം മാത്രമല്ല. താറ് ഇനി നേരെ താഴത്തേക്ക് ഇറക്കാൻ പോകട്ടോ. എല്ലാവരും ഇങ്ങോട്ട് കയറ്റി നമ്മൾ ഈ താറ് കൊണ്ട് അങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് പിടിക്കണ്ട, ഇങ്ങോട്ട് പിടിച്ചാലും ബാക്ക് അങ്ങോട്ട് ആര് പോവാ. കറക്റ്റ് സ്പോട്ടിൽ പോയിട്ട് ലാൻഡ് ചെയ്തു. വണ്ടിരിക്കണൊക്കെ ചെളിക്കുണ്ട്. വിഞ്ച അപ്പുറത്തെ മരത്തിലേക്ക് ഇട്ടുണ്ട്. ടയർ വെറുതെ കിടന്ന് കറങ്ങാ ഇടില്ലേ. ലോക്ക് സമയം പണിയെടുക്കണം.
അടിമുട്ടി ശരിക്കും. നമ്മുടെ വണ്ടി ഇറക്കാൻ വലിയ നഷ്ടമായിട്ടോ. പക്ഷേ എൻ്റെ പൊന്നോ, ആരോഗ്യ വിഷമമാണ്. നമ്മുടെ കില്ലർക്കുള്ള അതിൽ ഒന്ന് ഇറക്കാൻ നിൽക്കേണ്ടത് ആ വഴിക്ക് തന്നെ. ഇങ്ങനെ നോക്കാം നമുക്ക് ഒക്കെ പറ്റുണ്ടാവും, പനി പോകും. പോയി പോയിക്കൊണ്ടിരിക്കുന്ന റിസോർട്ടുകാർ സ്വന്തം സ്ഥലം ഉള്ളിൽ കുറേ സെറ്റപ്പ് കൊണ്ടിട്ടാ നിങ്ങൾക്ക് വന്ന് ആരിലിട്ടുണ്ട്. വീണ്ടും എതിർക്കാട് പോയിട്ടാ വഴിതളിച്ച് മഴയ്ക്ക് വരാണ് സൂപ്പറായിട്ടുള്ള പ്ലാൻ. മത്സരം വരാൻ സാധ്യത നോക്കാം. കുഴപ്പമില്ല, സിമ്പിളായിട്ട് പിടിച്ച് കയറുന്നുണ്ട്, അടിപൊളിയായിട്ട്. അത്ര സിമ്പിളല്ല കേട്ടോ, ഒന്നിപ്പോൾ വെക്കേണ്ടി വന്നു. Set me free. You know I'm addicted to you, and it's twisted. You've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my head. I like you in my bed, but you keep me on red. Oh, everything is like a test. I better not text or I'll come off desperate. But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed, thinking something out of my nightmares. But if I lay down and I play dead and I stay dead, then will you get bored of killing? So if I play dead, will you regret everything that you did, that you said? I don't think you understand what you're doing, and my heart's black and blue from the bruising. I feel like when I'm with you I'm losing. I feel like you're thinking I'm losing. And they're gaslight me, confusing. Was it me? Is it me? Am I deluded? I'm the one who's always sorry, the conclusion. Even though I offer all of the solutions, I wish you loved me like I love you, it's stupid. When I'm alone with you I never feel lucid. I wish I wasn't struck by Cupid. I wish when I first saw you I knew this.
നോക്കി ഈ വഴിക്കാ ഈ വഴി ചാടിയെത്തൂല. എത്ര പെട്ടെന്ന് ക്ലൈമറ്റുകൾ മാറി നോക്കി. കോട വന്നും പോയി നിൽക്കുക. കോട്ടയത്തിൽ പോണവർക്ക് നേരെ അടിയിൽ ചാടി നിന്നിട്ടാ പെട്ടെന്ന് എത്തും. അടിപൊളി. എനിക്കാണ് സിനിമാക്കാരെ വെച്ചിട്ടുള്ളതാണ് തോന്നുന്നത്. ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട്. ഹലോ മിസ്റ്റർ ജാബിർ, ഈ വണ്ടിയുടെ കുറച്ച് യാന്ത്രിക പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് ARBയുടെ ഓൾഡ് മാനബിൾ സസ്പെൻഷനും പിന്നെ അതേപോലെ തന്നെ ARBയുടെ എയർ ലോക്കറും അയക്കുന്നത്. എയർ ലോക്കറിൻ്റെ വർക്കിംഗ് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വണ്ടി എവിടെയെങ്കിലും ഒരു ആർട്ടിക്കുലേഷൻ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു സൈഡ് വണ്ടിയുടെ ഇപ്പോൾ 4 വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മളുടെ വിചാരം 4 വീൽ ഏത് സ്ഥലത്തിട്ടാലും 4 വീലിലും ട്രാക്ഷൻ റോഡ് കയറി പോകുന്നതാണ്. പക്ഷെ അതല്ല. ഈ വണ്ടിയുടെ ഡിഫറൻഷ്യലിൻ്റെ അകത്ത് നമ്മൾ വണ്ടി തിരിയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷയൊക്കെ നമുക്ക് തിരിയണമെന്ന് പറയാൻ പറ്റും. ഓട്ടോറിക്ഷ നമുക്കിപ്പോൾ സപ്പോസ് റൈറ്റിലേക്ക് തിരിയുകയാണെങ്കിൽ ഒരേ സൈഡിൽ സ്പിൻ ഉണ്ടെങ്കിൽ വണ്ടി തിരിയൂല. കാരണം ഈ സൈഡിൽ കൂടുതൽ ട്രാക്ഷൻ വരുമ്പോൾ വണ്ടിക്ക് ആക്സിഡൻറ്റിനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം എല്ലാ കാറുകളുടെയും ഈ ലോകത്തുള്ള എല്ലാ വണ്ടികളുടെയും മെക്കാനിസം അതിനാണ്. 2 വീലായിക്കോട്ടെ 4 വീലായിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ പല ഒബ്സ്റ്റക്കിൾസും കയറുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡ് ട്രാക്ഷൻ ഇല്ലാതെ ഏറി പോകും. അപ്പോഴാണ് നമ്മൾ ഈ ലോക്കർ ഓണാക്കി ഡിഫറൻഷ്യലിൻ്റെ അകത്ത് അതിൻ്റെ മെക്കാനിസം കുറച്ച് അധികമുണ്ട്. ഡിഫറൻഷ്യലിൻ്റെ അകത്ത് ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്തിട്ട് എല്ലാ സൈഡിലും ആക്സിലും ഒരേപോലെ ട്രാക്ഷൻ കൊടുത്തിട്ട് സാധനം കയറി പോകും. അതാണ് അതിൻ്റെ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. ലോക്കറല്ലേ? ARBയുടെ അതെ ARBയുടെ ലോക്കർ. ഏകദേശം എന്ത് റേറ്റ് വരുന്നുണ്ട്? ഏകദേശം 2.5 അടുത്തുണ്ടെന്നുണ്ട്. 2.5 കംപ്രസറും ഫ്രണ്ടും ബാക്കും എയർ ലോക്കറും എയർ കംപ്രസറും കൂടിയിട്ട് 2.5 അടുത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ മെക്കാനിസം ആ സ്വിച്ചുകളൊക്കെ ഒന്ന് വേറെ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ലോക്കറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സംഭവം പറഞ്ഞു. അതായത് ലോക്കർ ഫുൾ ടൈം എൻഗേജ് ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റില്ല റോട്ടിൽ. ലോക്കർ ഫുൾ ടൈം എൻഗേജ് ചെയ്ത് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആക്സിന് പൊട്ടി പോകാനും അതേപോലെ ടയറിന് വേറെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഓപ്ഷനിലാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങാനത് അറിയാതെ ഓണാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിന് സേഫ്റ്റി സ്വിച്ചസാണ് കൊടുത്തതാണ്. ഇപ്പോൾ ഇഗ്നിഷൻ ഓണാക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ ഞാൻ സെപ്പറേറ്റ് കൊടുത്തേക്കുന്ന ഒരു സ്വിച്ചാണ്. ഇത് ഓണാക്കിയതിന് ശേഷം ഇവിടെ ഒരു ARBയുടെ ഒരു കംപ്രസറിൻ്റെ സ്വിച്ച് ഉണ്ട്. ഈ കംപ്രസർ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സൗണ്ട് കിട്ടില്ലേ? സൗണ്ട് ഇട്ടത് കംപ്രസർ ഓണായി. ഈ കംപ്രസർ ഓണായിട്ട് ഇതിപ്പോൾ റിയർ ലോക്കറാണ്. റിയർ ഉണ്ട്, ഫ്രണ്ടും ഉണ്ട്. ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. റിയർ ഇട്ടാൽ മാത്രമാണ് ഫ്രണ്ട് ഇടാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഫ്രണ്ട് മാത്രമായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. റിയർ ഇട്ടതിന് ശേഷമാണ് ഫ്രണ്ട് ഇടാൻ പറ്റുള്ളൂ. മനസ്സിലായി? ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ കംപ്രസർ വർക്ക് ചെയ്തിട്ടാണ് കംപ്രസർ വഴിയാണ് ലോക്കർ വർക്ക് ചെയ്യുന്നത്. അത് എയർ തള്ളി കൊടുത്തിട്ട് ഡിഫറൻഷ്യലിൻ്റെ അകത്തേക്ക് എയർ തള്ളി കൊടുത്തിട്ടാണ് ലോക്കർ എൻഗേജും ഡിസെൻഗേജും ചെയ്യുന്നത്. ഈ കംപ്രസർ കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ പർപ്പസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ ടയറിൻ്റെ ബേസിക്കായിട്ട് ഓഫ് റോഡ് പോകുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഒന്നുമില്ലാത്ത ആളാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ടയറിൻ്റെ എയർ പ്രഷർ കുറച്ചില്ല. 25 PSI ആയിട്ട് ടയർ പ്രഷർ കുറച്ചിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് കയറിപ്പെടാൻ പറ്റും. നമ്മൾ ഇങ്ങനത്തെ പരിപാടികൾ പോകുമ്പോൾ ഫൺ ഡ്രൈവൊക്കെ പോകുമ്പോൾ എയർ പ്രഷർ വൺസ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കംപ്രസർ വഴി തന്നെ നമുക്ക് എയർ അടിക്കാൻ ചെയ്യാം. കാര്യങ്ങളൊക്കെ ബാക്കിൽ ഇരിപ്പട്ടെ കാണിച്ചു തരാം. ഈ കംപ്രസർ അതിൻ്റെ ഉള്ളിലത്തെ കംപ്രസർ വഴിയാണ് ഇതിൽ എയർ അടിക്കാന്നല്ലേ? ഇതാണ് ശരിക്കും ഇതിൻ്റെ കംപ്രസർ. ARBയുടെ കംപ്രസർ വയ്ക്കുന്നത് ഇതാണ്. ഇതിൻ്റെ അകത്തെ കുറിച്ച് കാണാനുണ്ട്. ഇതിൻ്റെ ഈ ഔട്ടേ കൂടെയാണ് നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്ക് എയർ കളിക്കാൻ പറ്റും. അതെ, ഇതിപ്പോൾ ലോക്കറിലേക്ക് പോയിരിക്കുന്ന എയർലൈൻ പൈപ്പാണ്. ഇതിന് പോയിരിക്കുന്ന എയർലൈൻ പൈപ്പ്. ഇത് രണ്ടെണ്ണം ഓരോ ഫ്രണ്ടും ഉണ്ട്, ഓരോ ബാക്കും ഉണ്ട്. ജാബിർക്ക് നമ്മുടെ എത്ര ഉണ്ട്? നന്ദി ഒന്നും വേണ്ട, ഇഷ്ടമില്ല. നമ്മുടെ ഓഫ് റോഡ് പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളിത് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എയർ അടിക്കാൻ നിർത്തിയോട്ടെ. പിന്നെ നമ്മുടെ റിസോർട്ടിന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, വേറെ ആൾക്കാരെ അവിടെ ഒരു ഓഫ് റോഡിങ്ങിന് അനുവദിക്കില്ല. ഓഫ് റോഡിങ്ങിനായിട്ട് റിസോർട്ടിൽ പോകരുത്, പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുന്നൊക്കെ അവിടെ ഇവൻ്റൊക്കെ നടത്തിയിരുന്നു, ഇപ്പോൾ അത് ചെയ്യണില്ല. നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ വണ്ടി പുറത്തിട്ടിട്ട് അവരുടെ വണ്ടിയിൽ നമുക്ക് റിസോർട്ടിലേക്ക് പോവാം.
ഓഫ് റോഡ് അവർ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ വണ്ടിയിൽ പോകാൻ പറ്റില്ല എന്ന് മാത്രം കേട്ടോ. പിന്നെ ഫുഡും താമസവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാവും. കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കണ്ണൊന്നും കാണാല്ലേ, എന്തിട്ടൊക്കെ ഓടാ.